നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മലമ്പുഴ ഉദ്യാനത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ഗതാഗത കുരുക്കിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മലമ്പുഴ പോലീസ്. ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ പാലക്കാട് മലമ്പുഴ റോഡിൽ 3 റോഡ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം ഉണ്ടാകുമെന്ന് മലമ്പുഴ പോലീസ് പറഞ്ഞു. ക്രിസ്മസിന് മുമ്പ് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം പോലീസും ജനങ്ങളും അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും വിധം നിർമ്മാണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ മലമ്പുഴ ഉദ്യാനം കണ്ട് മടങ്ങുന്നവരെ SP ലൈൻ സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ടുള്ള പഴയ റോഡ് വഴി പോലീസ് സ്റ്റേഷൻ, ആശുപത്രി വഴി ITIക്ക് മുമ്പിലെത്തുന്നതുപോലെ ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു നടപടി എടുക്കണമെന്നും ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമെന്നും നാട്ടുകാർ പറയുന്നു. അവധിക്കാലങ്ങളിൽ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വളരെയേറെ തിരക്കുകൾ വരുന്നുണ്ട്. നിയന്ത്രണാതീതമായാണ് ജനങ്ങൾ കടന്നു വരുന്നത്. കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. ഒരു മാസത്തിലധികമായി ഇവിടെ 3 സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ചില ദിവസങ്ങളിൽ പണിയും ചില ദിവസങ്ങളിൽ പണിയില്ല എന്നിങ്ങനെ ഉള്ളതുകൊണ്ടാണ് പണി ദിവസങ്ങൾ നീണ്ടുപോകുന്നതെന്ന് പരിസരവാസികൾ പറഞ്ഞു. കൃത്യമായി തുടക്കം മുതൽ പണി ആരംഭിക്കുകയാണെങ്കിലും പണി നടത്തുകയാണെങ്കിലും ഇത്തരത്തിൽ പണി തീർക്കാൻ സമയം വേണ്ടിവരില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു. എന്തേ ഇതിന് കാലതാമസം നേരിടുന്നത്? ഈ ദിവസങ്ങളിലൊന്നും അവിടെ പണി നടക്കുന്നില്ല. തോന്നുമ്പോൾ പണിയാൻ വരും, തോന്നുമ്പോൾ പണിയാതെ പോകും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ഇതിനെതിരെ കൃത്യമായി പണി നടക്കുന്നുണ്ടോ, എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്. അവർ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതെടുത്ത കരാറുകാരൻ എത്രയും പെട്ടെന്ന് പണി നടത്തേണ്ടതല്ലേ? പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള റോഡല്ലേ ഇത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഇത് വളരെയധികം ഗതാഗത കുരുക്കിന് ഇടവരുത്തുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇന്ന് വലിയ തിരക്കില്ലെങ്കിലും വരും ദിവസങ്ങളിൽ വളരെയധികം തിരക്ക് ഉണ്ടാവുമ്പോൾ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെടുന്നതിന് അരുതി വരുത്താൻ. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ക്രിസ്മസ് സ്കൂളുകളെല്ലാം വെക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. മലമ്പുഴയിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ടൂറിസ്റ്റുകളുടെ തിരക്ക് അനുഭവപ്പെടും. അതിനോടൊപ്പം തന്നെ ജനുവരി 15 മുതൽ 22 വരെ മലമ്പുഴയിൽ ഗാർഡനിൽ ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലവർ ഷോയിൽ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗതാഗത കുരുക്കും വലിയ തോതിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടെന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോഡ് 3 ഭാഗത്ത് കലുങ്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് മുറിച്ചിരിക്കുകയാണ്. ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകും. അത് അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക. വെക്കേഷൻ സമയമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ, ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ മലമ്പുഴ. ഈ സമയത്ത് ഈ അധികൃതർ ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയാണോ? ഇവിടെ ഒരു കുഴി, അവിടെ ഒരു കുഴി,
3 മലമ്പുഴ ഡാമിലെത്തുന്നവർ ആയിരക്കണക്കിന് വരാം. അല്ല, നിങ്ങൾ ഇതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മലമ്പുഴയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്ന ഈ സമയം ഈ അധികൃതർക്ക് അറിയില്ലേ? ഇന്ന സമയത്താണ്, ഈ ഡിസംബറാണ്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ പണി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ നമുക്കതിൽ വല്ലാത്തൊരു പ്രയാസം തോന്നുന്നു. ഇനി നോക്കൂ, ഈ തിരക്ക് പിടിച്ച സമയത്ത് നമ്മളുടെ SP ലൈനിൻ്റെ മുമ്പിൽ മലമ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ SP ലൈനിൻ്റെ മുമ്പിൽ നിന്ന് മലമ്പുഴയിൽ നിന്ന് വരുമ്പോൾ SPയുടെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരെ എത്താവുന്ന ഒരു റോഡ് അവിടെ ഉണ്ട്. ആ റൂട്ടിലേക്ക് എത്താവുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ മാർഗം അവിടെ നിർദ്ദേശിക്കാൻ പറ്റുമല്ലോ. അധികാരികൾ ഒരു കണ്ണും കാതും ശ്രദ്ധിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്ലാനിങ് ഇല്ല. അവർക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ഉണ്ടാവുമോ? ഇത്രമാത്രം തിരക്ക് പിടിച്ച സമയത്ത് ഞാനിവിടെ ലോഡ്ജ് നടത്തുന്ന ആളാണ്. നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയോ? വണ്ടികൾ വന്നു കഴിഞ്ഞാൽ, ബസ്സുകൾ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓരോ നാട്ടുകാരും ഓരോ ആളുകളും ബുദ്ധിമുട്ട് പറയുകയാണ്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഡിസംബർ മാസമായില്ലേ, ഡിസംബറിൽ ഇപ്പോൾ ക്രിസ്മസ്, വെക്കേഷൻ, ഡിസംബർ, ജാനുവരി ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ എല്ലാവരും കുടുംബസമേതം വരുന്നൊരു സ്ഥലം മലമ്പുഴയിലാണ്. അപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഞാൻ പറഞ്ഞില്ലേ, SP ലൈനിൻ്റെ അവിടുന്ന് ITI പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ആ റോട്ടിലേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴിക്കൊരു ഗതാഗതം തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവും ചെയ്യും. ഈ പണിയൊന്നും ഇപ്പോൾ തീരില്ല. അതെന്താണെങ്കിലും 1 മാസം 2 മാസമൊക്കെ പിടിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അധികാരികൾ ശ്രദ്ധിച്ചാൽ തിരക്കിടില്ല. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.